ദേശകാലത്ത് ആയിരിക്കണം ജ്യോതിഷം എന്ന് പറഞ്ഞു. അപ്പൊ ദേശം എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞു തന്നു. ഈ കാലം എന്നുള്ളത് നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കണം. കാലം എന്നുള്ളത് അനന്തമാണ്. ഓരോ കാലത്തിനെയും കുറിച്ചിട്ട് വ്യക്തമായ ഒരു ബോധ്യം ജ്യോതിഷിക്ക് ഉണ്ടായിരിക്കണം. അത് മാനുഷിക ജീവിത പരിവർത്തന കാലഘട്ടത്തെ കുറിച്ചിട്ട് അതിനെക്കുറിച്ചിട്ടുള്ള ബോധം, പിന്നെ അദ്ദേഹത്തിൻ്റെ ജീവിത കാലയളവിൽ സംഭവിക്കുന്ന ഫലങ്ങളെക്കുറിച്ചിട്ടുള്ള ചില അത് അനുഭവിക്കപ്പെടുന്നതായിരിക്കുന്ന കാലത്തെക്കുറിച്ചിട്ട് വ്യക്തമായിട്ട് അത് രൂപപ്പെടുത്തിയെടുക്കാം. പിന്നെ മറ്റൊന്ന് കാലം എന്ന് പറഞ്ഞാൽ നമ്മുടെ പിന്നെ ഇന്നത്തെ ജീവിത പരിവർത്തന കാലഘട്ടം, ആ കാലഘട്ടത്തെ മനസ്സിലാക്കി ആ കാലത്തിന് അനുയോജ്യമായ രീതിയിൽ ശാസ്ത്ര പ്രമാണങ്ങളെ ഫലവിഷയത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് അതിൽ പരമപ്രധാനമായിട്ടുള്ള കാര്യം അതാണ്. അപ്പം പിന്നെ ഒരു ഫലം വന്നാൽ ആ ഫലം ഒരു പ്രമാണ നിയമം, ആ ഫലം ഈ കാലഘട്ടത്തിൽ സംഭവിക്കാൻ സാധ്യത ഉള്ളതാണോ എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കിയിട്ട് ഈ കാലത്തേക്ക് അനുയോജ്യമായി നിർണ്ണയിക്കാൻ പറ്റുന്നതല്ല ഇത് എന്ന് കണ്ടാൽ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതില്ല. അപ്പം പിന്നെ കാലത്തിന് അനുസൃതമായ രീതിയിൽ ഫലങ്ങളെ കേന്ദ്രീകരിച്ച് വരുന്ന നിയമങ്ങളെയാണ് നമ്മൾ സ്വീകരിക്കപ്പെടുന്നത്. ഉദാഹരണത്തിന് ഈ മഴ ശക്തമായ അതിന് വൈപരീത്യമായ കാലമാണെങ്കിൽ വൈപരീത്യമായ കാലമാണെങ്കിൽ അത് മഴ പെയ്യില്ലാന്ന് ഒരിക്കലും പറയാൻ പാടില്ല. അങ്ങനെ പറയാൻ പാടില്ല. അതല്ല ആ ഉദ്ദേശം. ആ ഉദ്ദേശത്തെ അതല്ല. ഉദാഹരണമായിട്ട് കുംഭമാസത്തിൽ മഴ പെയ്യാറുണ്ട്, മകരമാസത്തിൽ മഴ പെയ്യാറുണ്ട്. അങ്ങനെയുള്ള പ്രകൃതിദത്തമായ ചില വിഷയത്തിൽ അങ്ങനെ ചില സംഭവങ്ങൾ ഉണ്ടാകുമെന്ന് കണ്ടാൽ അതിനെ ഈ കാലത്ത് മഴ പെയ്യാൻ സാധ്യതയില്ല, അതുകൊണ്ട് ഇതിവിടെ പറയേണ്ടതില്ല എന്ന് പറയേണ്ടതില്ല. അത് ചിലപ്പോൾ കാലം തെറ്റിയും മഴയും വിഷയങ്ങളും ഒക്കെ ഉണ്ടാവാം. അതായത് ശാസ്ത്രമായതുകൊണ്ട് ആ ഗോചരത്തിൽ കണ്ട ഫലം തീർച്ചയായിട്ടും പറഞ്ഞിരിക്കണം. ഞാൻ പിന്നെ ഈ കാലത്തിൻ്റെ നിർണയം എന്ന് പറഞ്ഞാൽ 2 വയസ്സായ കുട്ടിയുടെ ജാതകമാണ് ഇപ്പോൾ നോക്കുന്നതെങ്കിൽ ഇവർക്കിപ്പോൾ 7ാം ഭാവാധിപന്റെ ദശയാണ്. അതുകൊണ്ട് ഈ കുട്ടിക്ക് ഇവിടെ വിവാഹത്തിന് കഴിയാൻ എന്ന് പറയുന്നതിൽ യുക്തിസഹം അല്ല. പിന്നെ സന്താന വിഷയവും സന്താന ജനനത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ നിയമപരമായിട്ട് പിന്നെ നമ്മൾ ഈ ഇത്ര വയസ്സ് കഴിഞ്ഞിട്ട് വിവാഹം കഴിക്കാൻ പാടുള്ളൂ എന്നുള്ള നിയമങ്ങളൊക്കെ ഉണ്ട്. അപ്പം ആ നിയമവും ഇതും ഈ നിയമവും അതിൻ്റെ വിഷയങ്ങളും ഒക്കെ പ്രതിപാദിച്ചുകൊണ്ട് വേണം ആ വിഷയങ്ങൾ പറയാൻ. അതായത് പിന്നെ പ്രവചനത്തെ ചെയ്യുന്ന സമയത്ത് ആ പ്രവചനത്തിൻ്റെ അനുഭവ യോഗ്യമാകുന്ന വിധത്തിൽ പിന്നെ കാലത്തെ സംയോജിപ്പിച്ചുകൊണ്ട് വേണം അത് പറയാനാണ് ഞാൻ ഉദ്ദേശിച്ച സാരം. നിങ്ങൾക്ക് പല ശാസ്ത്രങ്ങളിലും കാലോചിതമായിട്ട് പരിഷ്കരണങ്ങൾ നടത്താറുണ്ട്. ജ്യോതിശാസ്ത്രത്തിന് അങ്ങനെ കാലോചിതമായിട്ട് എന്തെങ്കിലും പരിഷ്കരണങ്ങൾ നടത്തേണ്ട ആവശ്യം? അവിടെ ജ്യോതിശാസ്ത്രത്തിൻ്റെ ഒരു പ്രത്യേകത നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഓരോരോ കാലഘട്ടത്തേക്കും അനുയോജ്യമായ രീതിയിൽ ഋഷീശ്വരന്മാർ ഈ ശാസ്ത്രത്തെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് പലവിധ ഉപശാസ്ത്രങ്ങളും ഉണ്ടായിട്ടുണ്ട്, പലവിധത്തിലുള്ള പ്രാമാണിക ഗ്രന്ഥങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഈ ഗ്രന്ഥങ്ങളിലെ പ്രമാണങ്ങളെ ഒക്കെ നേരത്തെ പറഞ്ഞ കാലത്തിനെ അറിഞ്ഞുകൊണ്ട് കൈകാര്യം ചെയ്യാൻ ഒരു ജ്യോതിഷൻ പ്രാപ്തനായിരിക്കുക എന്നതാണ് ഇതിൽ പ്രധാനം. പിന്നെ ഈ ജ്യോതിഷം ജ്യോതിശാസ്ത്രം എന്ന് 2 ഭാഗമായിട്ട് ഇതിനെ കൽപ്പിക്കപ്പെടുന്ന സമയത്ത് വാന നിരീക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടും ഗ്രഹ സഞ്ചാരങ്ങളുമായി ബന്ധപ്പെട്ടിട്ടും ഭൂമിയും ഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ടിട്ടും അനവധി ശാസ്ത്രഗ്രന്ഥങ്ങൾ ധാരാളമുണ്ട്. ജ്യോതിശാസ്ത്രവുമായി ബന്ധപ്പെട്ടിട്ട് ഫലജ്യോതിഷത്തിലേക്ക് വേണ്ടതായ അനവധി ഗ്രന്ഥങ്ങൾ അത് വേറെയുണ്ട്.
ഇനി വേണ്ടത് ഇതിനെ രണ്ടിനെയും കൂടെ സംയോജിപ്പിച്ച് മുന്നോട്ടുള്ള ജ്യോതിഷം പഠിക്കുന്നവർക്ക് ഇതിനെ പരസ്പരം സംയോജിപ്പിച്ചും കൊണ്ടുള്ള ഒരു ഗ്രന്ഥം രൂപപ്പെടേണ്ടതായിരിക്കും, ഒരു ആവശ്യകതയാണ് ഇതിനുള്ളത്. അങ്ങനെ ഒരു ഗ്രന്ഥം ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പം ഗ്രഹസഞ്ചാര മതത്തെ കുറിച്ചിട്ട് പറഞ്ഞു, പിന്നെ ഫലജ്യോതിഷത്തെ കുറിച്ചിട്ട് പറഞ്ഞു. അപ്പൊ ഗ്രഹസഞ്ചാരം ഇങ്ങനെയെല്ലാമാണ് എന്നുള്ളത് ശാസ്ത്രനിബദ്ധമായിട്ട് വളരെയധികം തെളിയിക്കപ്പെടുന്ന അനവധി വിഷയങ്ങളുണ്ട്. അത് ഫലജ്യോതിഷവുമായിട്ട് താരതമ്യം ചെയ്യപ്പെടുകയും ആ ഫലജ്യോതിഷത്തെ ആ ശാസ്ത്രവും ഇതുമായിട്ട് ബന്ധിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഗ്രന്ഥത്തിൻ്റെ ആവശ്യമാണ്. അത് ജ്യോതിഷ പണ്ഡിതന്മാരും എല്ലാവരും ചേർന്നിട്ട് അങ്ങനെ ഒരു ഗ്രന്ഥരചന ഇനിയുള്ള കാലത്തേക്ക് ആവശ്യമാണ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഒരു ഉത്തമനായ ജ്യോത്സ്യൻ ഉപാസനാ വൈഭവമുള്ള ആളായിരിക്കും എന്നൊക്കെ പറഞ്ഞു. ആദ്യം പറയേണ്ടായി നമ്മുടെ അടുത്ത് വരുന്നതായ ഒരാൾക്ക് അയാളെ ഭയപ്പെടുന്ന രീതിയിലാവരുത് നമ്മുടെ ഫലപ്രവചനങ്ങൾ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഒരു ജ്യോത്സ്യന് നമ്മുടെ സമൂഹത്തിനോടുണ്ടാവുന്ന പ്രതിബദ്ധത എന്താണെന്നുള്ളതൊന്നും. ജ്യോതിഷന് സമൂഹത്തോട് വലിയ പ്രതിബദ്ധതയുണ്ട്. ആ പ്രതിബദ്ധതയിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നിരവധി വിഷയങ്ങൾ ഉദ്ദേശിച്ചിട്ട് പല ആളുകളും നമ്മുടെ അടുത്തേക്ക് വരുത്തുന്നത്. ചിലത് ആയുസ്സിനെ പറ്റി നിർണയമായിരിക്കും, അല്ലെങ്കിൽ തൻ്റെ ഭാഗ്യത്തെക്കുറിച്ചിട്ട് അറിയാനായിരിക്കും, പുത്രലബ്ധിയെ കുറിച്ചിട്ട്, വിവാഹത്തെ കുറിച്ചിട്ട്, പല കാര്യങ്ങളെ കുറിച്ചിട്ടും അറിയാനായിരിക്കും വരുന്നത്. ഈ വരുന്ന വിഷയത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഫലപ്രവചനം നടത്തേണ്ടത്. അത് ചില കാര്യങ്ങൾ വളരെ നിഷേധപരമായ ചില കാര്യങ്ങളും വന്നയാൾക്ക് അത്യന്തം മനപ്രയാസം ഉണ്ടാക്കുന്ന കാര്യങ്ങളും ആണ് നമ്മൾ ജ്യോതിഷത്തിൽ കാണുന്നതെങ്കിൽ, ഇപ്പം ഉദാഹരണമായിട്ട് ആയുർവേദത്തിൽ ഇത്ര കാലങ്ങളെ ജീവിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും സന്താനം ഉണ്ടാവില്ല, നിങ്ങൾ എല്ലാ കാലവും അവിവാഹിതനായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ദാമ്പത്യം നിലനിൽക്കാതെ പോകും, ഇങ്ങനെയുള്ള രീതിയിലുള്ള നിഷേധപരമായ ഫലങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ വളരെയധികം ശ്രദ്ധാപുരസ്സരം മാത്രമേ അത് അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ പാടുള്ളൂ. അവിടെയാണ് ഒരു ജ്യോതിഷി, ഒരു മനഃശാസ്ത്രത്തിൻ്റെ ഒരു വീക്ഷണം വേണം. അതാണ് വാക്ക് വളരെ പ്രസക്തമായിരിക്കണം എന്ന് പറയാൻ കാരണം. അപ്പോൾ തൻ്റേതായ ഫലം ദോഷപ്രദമായ ഫലമാണ് പറയുന്നതെങ്കിൽ പോലും നമ്മളുടെ വാക്കിൽ കൂടെ അതിൽ ഒരു സാന്ത്വന സ്പർശം നമ്മൾ ഉണ്ടാകാം. അപ്പോൾ പല ഘട്ടത്തിലും ചില ജാതക പ്രവചനങ്ങളൊക്കെ കഴിഞ്ഞ് നിരാശരായിട്ട് ജീവിതത്തിൽ ആത്മഹത്യാ പ്രവണതയിലേക്ക് വരെ പോകേണ്ടി വരുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായതായിട്ട് കേട്ടിട്ടുണ്ട്. ഇത്തരം സാഹചര്യങ്ങൾക്ക് ജ്യോതിഷി വഴിമരുന്നിടാൻ പാടില്ല എന്നതാണ് അതിൽ പ്രധാനം. അപ്പം വിധി ഇന്നതാണ് വിധി എന്ന് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കല്ല ജ്യോതിഷം. കാരണം വിധി ഇന്നതാണെന്ന് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ജ്യോതിഷം എന്ന ഗ്രന്ഥം പ്രസക്തമല്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ വിധി തൻ്റെ ജീവിതത്തിൽ താനത് അനുഭവിച്ചും കൊണ്ട് പോയിക്കോളും. വിധി എന്താ വെച്ചാൽ വിധി അനുഭവിച്ചും കൊണ്ട് പോകുമല്ലോ. അപ്പം വിധിയെ കുറിച്ചിട്ട് ബോധവൽക്കരിക്കുക എന്നുള്ളതാണ്. അത് ബോധവൽക്കരിക്കപ്പെട്ട് വിപരീതങ്ങളായ അനുഭവങ്ങളെ ഈ ജ്യോതിശാസ്ത്രത്തിൽ ഈ ദോഷഫലങ്ങളെ കുറിച്ചിട്ട് പറയുമ്പോൾ തന്നെ അതിന് പല വിധത്തിലുള്ള പരിഹാര നിർദ്ദേശങ്ങളും ആചാര്യം പറയാൻ കാരണമാണ്. രോഗത്തിനാണെങ്കിൽ രോഗത്തിന് വേണ്ട പരിഹാരങ്ങൾ, ദാമ്പത്യ വിരഹ ദുഃഖത്തിനാണെങ്കിൽ അതിനു വേണ്ട പരിഹാരങ്ങൾ, സന്താന ലബ്ധി ഇല്ലായ്മയാണ് സന്താന ദുഃഖത്തിനുണ്ടെങ്കിൽ അതിനുള്ളതായിരിക്കുന്ന പ്രതിവിധി നിർദ്ദേശങ്ങൾ, ഇതൊക്കെ ജ്യോതിഷത്തിൽ വളരെ വിരളമായി പറഞ്ഞതുകൊണ്ട് പ്രതിവിധി ഒട്ടും ഇല്ലാത്ത കാര്യങ്ങൾ വളരെ ചുരുക്കം ഉണ്ടാവുന്നു. അപ്പോൾ ആ പ്രതിവിധി വേണ്ട വിധത്തിൽ ബോധ്യപ്പെടുത്തി കൊടുത്തുകൊണ്ട് ആ ദോഷസ്ഥിതിയെ, ദോഷകാലത്തെ അതിജീവിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കേണ്ട ബാധ്യത ജ്യോതിഷമാനായ ജ്യോത്സ്യനുണ്ട്. അപ്പോൾ
ഉദാഹരണമായിട്ട് ഇപ്പം ആയുർനിർണ്ണയമൊക്കെ നടത്തി ഇത്ര കാലം വരെ ജീവിച്ചിരിക്കുള്ളൂ എന്നൊക്കെ പറയാൻ ജ്യോതിഷത്തിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് എല്ലാ കാലത്തും അത് അങ്ങനെ പറഞ്ഞുവിടാം, പറയാൻ ബുദ്ധിമുട്ടുണ്ടാവും. കാരണം കേൾക്കുന്ന വ്യക്തിയുടെ മനോവികാരം എങ്ങനെയാണെന്നുള്ളത് കൂടെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് മാത്രമാണ് ഇത്തരം കാര്യങ്ങൾ പറയേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഫലത്തിൻ്റെ പ്രവചനത്തിൽ പിന്നെ സാഹചര്യങ്ങളെ വ്യക്തമായി വിലയിരുത്തിക്കൊണ്ട് വേണം ഇത്തരം കാര്യങ്ങൾ പറയേണ്ടത്. അവിടെ ഒരു മനഃശാസ്ത്രത്തിനാവുന്നത് വേണ്ടതായിട്ടുണ്ട്. അപ്പം ഒരു ദാമ്പത്യത്തിലെ ഏറ്റവും വലിയ വിഷയം ദാമ്പത്യ ജീവിതത്തിൽ വരുന്ന അവരുടെ ഫലങ്ങളെ കുറിച്ചിട്ടും മറ്റു കാര്യങ്ങളിലൊക്കെ ഇത് നമ്മൾ ശ്രദ്ധിക്കണം. അതിലാദ്യം നമ്മൾ വിധി പറഞ്ഞു കൊടുക്കുക എന്നത് മാത്രമാണ് ജ്യോതിഷം എന്ന് ധരിക്കേണ്ടതില്ല. വിധിയെക്കുറിച്ച് ബോധവൽക്കരിക്കുക എന്നതാണ് ഈ ജ്യോതിഷത്തിൻ്റെ ധർമ്മം. പിന്നെ ഇപ്പം പറഞ്ഞല്ലോ ഈ ദാമ്പത്യ ജീവിതം എന്നുള്ള വിഷയത്തെ പറ്റി പറഞ്ഞല്ലോ. നമ്മുടെ ഈ മുഹൂർത്തത്തിൻ്റെ പ്രാധാന്യം, അപ്പം ഇന്നത്തെ കാലത്ത് മുഹൂർത്തം പിന്നെ അത്ര പ്രാധാന്യം കൊടുക്കുന്നില്ല, അവരവരുടെ സൗകര്യങ്ങൾക്കനുസരിച്ച് കാര്യം ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ജ്യോതിഷത്തിൽ ഈ മുഹൂർത്തത്തിനുള്ള അല്ലെങ്കിൽ മനുഷ്യന്റെ ജീവിതത്തിൽ ഈ മുഹൂർത്തത്തിനുള്ള പ്രാധാന്യം വലിയ പ്രാധാന്യമുണ്ട്. ശുഭേതുകാലേ ശുഭഫലം, ശുഭമായ കാലത്ത് ചെയ്യുന്നതായ സുഖദുഃഖകരം കർമ്മ ശുഭാശുഭ മുഹൂർത്തം ജന്മാന്തരേ ഫലം അതാണ് അതിൻ്റെ പ്രമാണം. അപ്പം ഒരു ശുഭമുഹൂർത്തത്തിൽ ചെയ്യുന്നതായ ചില കാര്യങ്ങൾ ആ മുഹൂർത്തത്തിൻ്റെ ഗുണത്തിനനുസൃതമായിട്ട് തൻ്റെ പിൽക്കാലത്ത് പറയപ്പെട്ടതായ ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ ശുഭമുഹൂർത്തത്തിൻ്റെ ഗുണഫലം അതിൽ ചേരുന്നത് കൊണ്ട് ഈ ദോഷഫലങ്ങളെ ലഘൂകരിച്ച് കൊണ്ടുപോകാൻ കഴിയും. അപ്പോൾ മുഹൂർത്തം ജ്യോതിഷത്തിൽ വളരെ പ്രധാനമാണ്. പക്ഷെ ഇന്നത്തെ കാലത്ത് അത് എല്ലാ ലക്ഷണങ്ങളുമൊത്ത മുഹൂർത്തം തിരഞ്ഞെടുത്തുകൊണ്ട് ഒരു കാര്യം നിർവഹിക്കുക എന്നുള്ളത് അപ്രായമാണെന്ന് നിർഭാഗ്യവശാൽ പറയുന്നത്. കാരണം പിന്നെ ജോലിയുടെ ഒഴിവ്, അവധി, അതുപോലുള്ള കാര്യങ്ങൾ ഇത്ര കാലത്തെ ലീവിന് വന്നിട്ട് ഇതിൻ്റെ ഇടയിലൊക്കെ കിട്ടുന്ന മുഹൂർത്തത്തിന് കാര്യങ്ങൾ ചെയ്തു പോകണം എന്നതാണ് ഭൂരിഭാഗം നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ചിലപ്പോൾ അത്യുത്തമമായ മുഹൂർത്തങ്ങൾ ചില മാസത്തിൽ തീരെ ഉണ്ടായില്ലാന്നുള്ളൂ, വളരെ അപൂർവമായിട്ട് ഉണ്ടാവുള്ളൂ. അപ്പം ഒരു കാര്യം നിർവഹിക്കുന്ന സമയത്ത് ആ തൽക്കാല സമയത്ത് അല്ലാതെ വളരെ മുമ്പേ നല്ലൊരു മുഹൂർത്തം നോക്കി നിശ്ചയിച്ച് വെച്ച് ആ കാലത്തേക്ക് അത് ചെയ്യാൻ തയ്യാറെടുക്കുന്നത് കുറേ കൂടെ അത് ഗുണകരമായിരിക്കും. ഒരു ഗൃഹം നിർമ്മിച്ചു കഴിഞ്ഞാൽ ആ ഗൃഹത്തിൽ ഏറ്റവും ഉത്തമമായ മുഹൂർത്തത്തിലാണ് ഗൃഹപ്രവേശനം നടക്കുന്നതെങ്കിൽ അതിൻ്റെതായ ഫലം ആ ഗൃഹപ്രവേശനത്തിൽ അവരുടെ ജീവിതത്തിൽ അനുഭവത്തിൽ ഉണ്ടാകുകയും ചെയ്യും. പിന്നെ ഒരു മുൻകൂട്ടി നിശ്ചയിക്കാതെ യാദൃശ്ചികമായിട്ട് പെട്ടെന്നൊരു കാര്യം നടത്തേണ്ടി വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു കാലഹോര സ്വീകരിക്കുന്ന ഒരു സമ്പ്രദായമുണ്ടോ? അതിൽ കാലഹോരയേക്കാൾ അതിൽ പ്രധാനമായിട്ട് ദിവാമുഹൂർത്തങ്ങളാണെന്നാവാം. ദിവാമുഹൂർത്തങ്ങൾ 15 മുഹൂർത്തങ്ങൾ ദിവാമുഹൂർത്തങ്ങളായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ ദിവാമുഹൂർത്തങ്ങളുടെ നാഥൻ നക്ഷത്രമാണ്. അതിൽ ഏറ്റവും ശ്രേഷ്ഠമായ നക്ഷത്രത്തിൻ്റെ മുഹൂർത്തം നോക്കി ചെയ്യുന്നതിൽ തെറ്റില്ല എന്ന് മുഹൂർത്ത പദവിക്കാരൻ പറഞ്ഞിട്ടുണ്ട്. കാലശുഭക്രിയ യോഗ്യവും മുഹൂർത്ത, കാലം ശുഭക്രിയകൾക്ക് യോഗ്യമാണോ എന്നുള്ള അന്വേഷണമുള്ള മുഹൂർത്തം. ശുഭക്രിയകൾക്ക് ശുഭമായ ക്രിയയ്ക്ക് മാത്രമേ മുഹൂർത്തം പോയിട്ടുള്ളൂ എന്നതിൽ പിന്നെ ഒരു ധ്വനി അതിനകത്തുണ്ട്. അപ്പം അത് പിന്നെ നക്ഷത്ര മുഹൂർത്തങ്ങളാണ്. നക്ഷത്ര മുഹൂർത്തം എന്ന് പറഞ്ഞാൽ നക്ഷത്രത്തെ ആധാരമാക്കിയിട്ടുള്ള ദിവാമുഹൂർത്തങ്ങൾ, ആർദ്രോരകമിത്രമൊക്കെ എന്നുള്ള ഇതിൽ അത് സ്വീകാര്യമായ, അത് ഇന്ന മുഹൂർത്തങ്ങളാണ് നല്ലത് എന്നും ഇന്നതാണ് ചീത്ത എന്നും പ്രത്യേകിച്ച് പറയപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ ആ ഗ്രന്ഥത്തിൽ വായിച്ചിട്ടുണ്ട്. മുഹൂർത്തത്തിന് പ്രാധാന്യം. പിന്നെ നിങ്ങൾ ഉദ്ദേശിച്ച ഈ കാലഹോര എന്നുള്ള ഫലം പെട്ടെന്നൊരു യാത്ര പുറപ്പെടാൻ, അപ്പോൾ യാത്ര പുറപ്പെടാൻ അനുകൂലമായൊരു മുഹൂർത്തം അവർക്ക് പോകേണ്ട സമയത്തിനുള്ളിൽ കിട്ടിയിട്ടില്ല എങ്കിൽ
അത് കാലഫലം നോക്കി ഇറങ്ങുന്നത് തന്നെയാണ് അത് ശുഭകരമാണ്. അതിപ്പോൾ ഒരു ജ്യോത്സ്യൻ പ്രശ്നത്തിൽ ഇറങ്ങുന്നതും അങ്ങനെ തന്നെയാണ്. അതെ, ജ്യോത്സ്യ പ്രശ്നത്തിൽ പുറപ്പെടുന്ന കാലഫലം നോക്കാനാണ് പറഞ്ഞത്. ജീവകാലഹോരാധികേ ശുഭേ പ്രശ്നകാലോത്ഭവം ബുദ്ധ്വ സദസ്സമയാധികം പ്രശ്നകാലോത്ഭവം ബുദ്ധ്വ സത്വം അസത്വമായിട്ടുള്ള സമയകാലങ്ങളെ ബോധിച്ചിട്ട് നിർഗച്ഛേത് ജീവകാലഹോരാധികേ ശുഭേ വ്യാഴം മുതലായിരിക്കുന്ന ശുഭകാലഹോരകളെ നോക്കിയിട്ട് നിർഗച്ഛിക്കണം. അതാണ് അതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കാലഹോരയ്ക്ക് ഒരു ദൈവത്തിന് വേണ്ടി പറഞ്ഞതാണെങ്കിലും അത് വൃശ്ചികം കൂടെ ബാധകമാണ്. പ്രത്യേക സമയത്താണ് അങ്ങനെ പോകേണ്ടി വരിക എന്ന് വെച്ചാൽ അതപ്പോൾ കാലഹോര നല്ലത് നോക്കി ആ കാലഹോര സമയത്ത് പുറപ്പെടാം. ഉദാഹരണമായിട്ട് ഇപ്പോൾ ഒരു വിമാനത്തിൽ യാത്ര ചെയ്യേണ്ടി വരികയാണ്. അപ്പം ഞായറാഴ്ച ഉച്ചക്കാണ് വിമാനം അതിനുശേഷം വിമാനം ഇല്ലാന്ന് പോയേ പറ്റു ബന്ധപ്പെട്ട് വരുമ്പോൾ അത് കാലകാലം നോക്കിയിട്ട് അദ്ദേഹം അതിന് അധ്യായം 1 ജ്യോതിശാസ്ത്ര വിഷയം അല്ലേ, ആ രീതിയിൽ നിന്നാണ് ഇവിടെ നിന്നാണ് നമ്മൾ തുടങ്ങിപ്പോകുന്നത്. അപ്പം വിജ്ഞാനപ്രദമായിരിക്കുന്ന ഒരുപാട് വിവരങ്ങൾ അങ്ങനെ നിന്ന് കിട്ടി. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇന്നത്തെ കാലത്ത് അല്ലെങ്കിൽ ജ്യോതിഷ വിദ്യാർത്ഥികൾക്ക് അങ്ങേക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സന്ദേശമുണ്ട് എന്നതിനെ കുറിച്ചൊന്ന് പറയാം. അതിൽ ഒന്നാമത് ജ്യോതിഷ വിദ്യാർത്ഥികൾ അത് എന്നും വിദ്യാർത്ഥികളായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം. അതായത് ഗുരുനാഥൻ സംശയരഹിതമായി ശിഷ്യന് ശാസ്ത്രം ഉപദേശിച്ചു കൊടുത്ത ഒരു കാലം ഉണ്ടായിരുന്നു. അങ്ങനെ കേരളത്തിൽ തന്നെ അതിപ്രഗത്ഭമായ ജ്യോതിഷ പണ്ഡിതന്മാർ അനവധി ശിക്ഷഗണങ്ങളെ ആ രീതിയിൽ വാർത്തെടുത്തിട്ടുണ്ട്. അതിലെ പ്രമുഖരായ പല വ്യക്തികളും ഇന്ന് സദസ്സിൽ ശോഭിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ കാലത്തിൻ്റെ പ്രവാഹത്തിൽ ഈ രീതിയിൽ പൂർണ്ണമായി ജ്യോതിഷാഭ്യസനം നടത്തി കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഗുരുനാഥന്മാരുടെ എണ്ണത്തിൽ കുറവും, ഇത് വളരെ ഈ ശാസ്ത്രം പ്രൗഢമാണ്, ഈ ശാസ്ത്രം എന്ന് ഉൾക്കൊണ്ടുകൊണ്ട് അത് പഠിക്കാനുള്ളതായ ആളുകളുടെ കുറവുകളും കാണുന്നുണ്ട്. എന്നാൽ ഇടക്കാലത്ത് അങ്ങനെയാണെങ്കിലും ഇപ്പോൾ ജ്യോതിഷ വിദ്യാർത്ഥികൾ ഭൂരിഭാഗവും വളരെ തൽപരരായിട്ട് പല വിധത്തിലും ഈ ശാസ്ത്രം പഠിക്കാനുള്ള ഒരു നല്ല ഒരു ശ്രമം നടത്തുന്നത് അഭിനന്ദനാർഹമാണ്. ഇപ്പം പല ജ്യോതിഷ ഗുരുനാഥന്മാരും അനവധി ക്ലാസ്സുകൾ നടത്തുന്നുണ്ട്. അതിലൊക്കെ അനവധി ശിഷ്യന്മാരുണ്ട്. ആ ശിഷ്യന്മാരിൽ അനേകം ബുദ്ധിജീവികളായ ശിഷ്യന്മാർ പോലും വാർത്തെടുക്കപ്പെടും എന്നാണ് കാണുന്നത്. അപ്പോൾ കേവലം ഗുരുനാഥൻ്റെ ഉപദേശത്തിൽ നിന്നും കൊണ്ട് ഗ്രന്ഥങ്ങൾ അനവധി പരിചയപ്പെടുക എന്നുള്ളതാണ്. അത് ആചാര്യ പാദമാദത്തെ, ഇപ്പം വിദ്യയുടെ കാൽഭാഗമാണ് ആചാര്യൻ നിന്ന് ലഭിക്കുക. പാദം ശിഷ്യ സ്വമേധയാണ്. ശിഷ്യന്റെ മേധാശക്തി കൊണ്ട് വേണം രണ്ടാമത്തെ പാദം വളർത്തിയെടുക്കേണ്ടത്. പാദം സബ്രഹ്മചാരിഭ്യ, സഹപാഠികൾ ചേർന്നിട്ട് വേണം വിദ്യയുടെ പിന്നത്തെ പാദം കാലക്രമേണ, അവസാന പാദം ജീവിതാനുഭവങ്ങളിൽ നിന്നിട്ട്, അനവധി അനുഭവങ്ങളിൽ നിന്നിട്ട് നമ്മൾ ഒരു പഠനം വാർത്തെടുക്കേണ്ടതായിട്ടുണ്ട്. ഈ നീതിസാരത്തിലെ ഈ പ്രമാണം ശിഷ്യന്മാർ പ്രാവർത്തികമാക്കണം. അപ്പോൾ ഗുരുനാഥൻ്റെ അടുത്ത് നിന്ന് വിദ്യയുടെ കാൽഭാഗമേ എനിക്ക് ലഭിക്കുന്നു ഉത്തമ ബോധ്യമുണ്ടാവുകയും തൻ്റെ മേധാശക്തി ഉപയോഗിച്ചുകൊണ്ട് അനവധി ഗ്രന്ഥത്തെ പരിചയപ്പെട്ടുകൊണ്ട് ആ ഗ്രന്ഥത്തിൽ നിന്ന് ഉൾക്കൊള്ളാവുന്നതെല്ലാം ശേഖരിക്കപ്പെടുകയും അത്തരം കാര്യങ്ങൾ സഹപാഠികളായിരിക്കുന്ന വ്യക്തികളായിട്ട് അന്യോന്യം ചർച്ച ചെയ്തിട്ട് അതിൽ നിന്നിട്ട് ചില കാര്യങ്ങൾ ഉരുത്തിരിഞ്ഞു വരികയും ഇതിൻ്റെ ജീവിതാനുഭവങ്ങളുമായിട്ട് ഇതിനെ ബന്ധപ്പെടുത്തി വാർത്തെടുക്കുകയും കൂടെ ചെയ്യുക. അങ്ങനെ ഒരു ഭഗീരഥമായ പ്രയത്നം കൊണ്ട് മാത്രമേ ഒരു ഉത്തമ ജ്യോതിഷിയായിട്ട് തീരാൻ കഴിയുള്ളൂ. അതിന് ഓരോ യുവജനങ്ങളും ഇതിന് തയ്യാറെടുക്കുക എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനം.
പിന്നെ ഒരവസരം എന്ന് പറഞ്ഞാൽ ഈ ജ്യോതിശാസ്ത്രം കാലോചിതമായിട്ട് മാറേണ്ടതാണോ എന്നൊരു ചോദ്യം ചോദിച്ചു. അതിന് ഞാൻ എൻ്റെതായ ഒരു മറുപടി പറഞ്ഞു. പക്ഷേ അപ്പോഴാണ് എനിക്ക് പ്രശ്നമാർഗത്തിലെ ഒരു വിഷയം ഓർമ്മ വരുന്നത്. ഇപ്പം ജ്യോതിഷത്തിൽ ബ്രഹ്മസിദ്ധാന്തം, സൂര്യസിദ്ധാന്തം, വസിഷ്ഠ സിദ്ധാന്തം, രൗമശ സിദ്ധാന്തം, പൗരുഷ സിദ്ധാന്തം, ഇങ്ങനെ 5 സിദ്ധാന്തങ്ങളെ കുറിച്ചിട്ട് പ്രശ്നമാർഗത്തിൽ പരിചയപ്പെട്ടിട്ടുണ്ട്. അതിൽ കഥാചിത്ത് ബ്രഹ്മസിദ്ധാന്ത സാവിത്രസ്തു കഥാചന കഥാചിത്ത് ദ്രൗംശസ്പഷ്ടോ എന്ന കഥാചിത്ത് അതേതരോ എന്നാണ്. അപ്പം ചില കാലത്തിൽ ബ്രഹ്മസിദ്ധാന്തം സ്പഷ്ടമായിരിക്കില്ല, ചില കാലത്തിൽ സൂര്യസിദ്ധാന്തം സ്പഷ്ടമായിരിക്കില്ല, ചില കാലത്തിൽ രൗമശ സിദ്ധാന്തം സ്പഷ്ടമായിരിക്കില്ല, ഇതരങ്ങളായിട്ടുള്ള ഒരു കാലത്ത് സ്പഷ്ടമായിരിക്കുന്നതാണ് പറഞ്ഞതിൻ്റെ സാരാംശം. ഈ സിദ്ധാന്തങ്ങളൊക്കെ അതത് കാലഘട്ടത്തിന് അനുസൃതമായിട്ട് രൂപപ്പെടുത്തി വെച്ചതാണെന്നും കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ചിട്ട് ജ്യോതിഷ പണ്ഡിതന്മാർ ഈ സിദ്ധാന്തങ്ങളെ കാലോചിതമായിട്ട് രൂപപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ആ രൂപപ്പെടുത്തിയ അനവധി ഗ്രന്ഥങ്ങൾ നമ്മുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ്. ഇനിയും അതിനുള്ള ശ്രമം ജ്യോതിഷികളുടെ ഭാഗത്ത് നിന്ന് നടത്തുകയും പിന്നെ പുസ്തകങ്ങളെ പൂർണ്ണമായി പുനർവായനയ്ക്ക് വിധേയമാകുന്നതോടൊപ്പം അതിൽ പുതിയ സിദ്ധാന്തങ്ങളും ആശയങ്ങളും കണ്ടെത്തി പുതുതലമുറയ്ക്ക് ചെയ്യാൻ പണ്ഡിതന്മാർ കൂട്ടായിട്ട് ശ്രമവും കൂടെ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അതൊരു ചെറിയൊരു ചോദ്യം. അങ്ങനെ ദ്രേക്കാണ വിഷയത്തിനെ കുറിച്ചൊരു പുസ്തകം ഇറക്കിണ്ടായി. അപ്പൊ അതേപോലെ ഈ ആധുനിക കാലത്ത് വരുന്ന വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്രദമാവുന്ന രീതിയിൽ നല്ല പുസ്തകങ്ങളും ഈ ഭാഗത്ത് നിന്നുണ്ടാവും. അത് എനിക്ക് ഒറ്റയ്ക്ക് സാധിക്കുന്നൊരു കാര്യമില്ല. അനവധി പണ്ഡിതന്മാർ ചേർന്ന് ചർച്ച ചെയ്തിട്ട് എല്ലാവരുടെ ആശയം കൂടെ ഉൾക്കൊണ്ട് രൂപപ്പെടുത്തിയെടുക്കേണ്ടതാണ്. അതിനുള്ള ഒരു ശ്രമം ഉണ്ടാകുന്ന പക്ഷം എന്നാൽ കഴിയുന്ന സഹായങ്ങളൊക്കെ ഞാൻ ഒരുമിച്ച്. അപ്പം ഞങ്ങളുടെ ഈ ജ്യോതിർഗമയ ചാനലിന് വേണ്ടിയിട്ട് അങ്ങയുടെ ഈ വിലപ്പെട്ട സമയം ഇതിനു വേണ്ടി ചെലവഴിച്ചതിൽ ഈ ചാനലിൻ്റെ പേരിലും ഇതിൻ്റെ ബാക്കിൽ പ്രവർത്തിച്ച എല്ലാവരുടെയും പേരിലും